ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ പഞ്ചദശോധ്യായമാണ് വായിക്കുന്നത്. 15-ാം അധ്യായമാണ് വായിച്ച അർത്ഥം പറയുന്നത്. ഇത് 80 ശ്ലോകങ്ങളുള്ള വലിയൊരു അധ്യായമാണ്. അതിനകത്ത് കൂടുതൽ പ്രതിപാദിക്കുന്നത് എല്ലാ വർണ്ണങ്ങളുടെയും ധർമ്മങ്ങളെ ഓരോന്നിനെക്കുറിച്ചും സംക്ഷേപിച്ച് പറയുന്നുണ്ട്. പിന്നെ ശ്രാദ്ധങ്ങളെ വിശേഷത്തിൽ പ്രത്യേകമായിട്ട് ആദ്യ ഭാഗത്ത് ശ്രാദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ബ്രാഹ്മണരിൽ ചിലർ നിത്യ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ഗൃഹോചിത കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ചിലർ ഉപാസന ചെയ്യുന്നവരുണ്ട്. ഓരോ ഈശ്വരന്മാരെ ഉപാസിച്ച് വ്രതാദികളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്നവരുണ്ട്. ചിലർ വേദം പഠിക്കുന്നതിന് ബ്രാഹ്മണരുടെ കാര്യമായതൊക്കെ. പിന്നെ ചിലരോ വേദം പഠിക്കണം ചെല്ലുന്നിടത്ത് പഠിപ്പിക്കാൻ ആൾ വേണമല്ലോ. അതുകൊണ്ട് വേദം പഠിപ്പിക്കുന്നതിലുണ്ട്. ചിലർ ഇതൊന്നും അറിയാതെ ഈശ്വര തത്വത്തെ ശരിയായി അറിയുന്ന ജ്ഞാനത്തിലും ചിലർ ധ്യാനത്തിലുമൊക്കെ തൽപരരായിരിക്കും. അങ്ങനെ ഓരോ വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ എല്ലാ വർണ്ണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ശ്രാദ്ധാദി കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഓരോന്നും നമ്മൾ അർത്ഥം പറഞ്ഞു പോകേണ്ടതില്ല. വർണ്ണാശ്രമധർമ്മങ്ങളുടെ ഈ 4 ആശ്രമധർമ്മങ്ങളുടെയും ഓരോ വർണ്ണങ്ങളുടെയും, അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ 4 വർണ്ണങ്ങൾ, അതുപോലെ തന്നെ 4 ആശ്രമങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണിത് കൊടുക്കുന്നത്. അതുകൊണ്ട് വായിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതിനകത്തൊന്നും അർത്ഥങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹരി ഓം. നാരദ ഉവാച കർമ്മനിഷ്ഠാ ദ്വിജാ കേചിത് തപോനിഷ്ഠാ നൃപാപരേ സ്വാധ്യായേന്യേ പ്രവചനേ യേ കേചിത് ജ്ഞാനയോഗയോഃ ജ്ഞാനനിഷ്ഠായ ദേയാനി കവ്യാനി ആനന്ദ്യമിച്ഛത ജ്ഞാനനിഷ്ഠായ ദേയാനി കവ്യാന്യാനന്ദ്യമിച്ഛത ദൈവേ ച തദഭാവേ സ്യാത് ഇതരേഭ്യോ യഥാർഹതഃ ദ്വൗ ദേവ പിതൃകാര്യേ ത്രീൻ അനേകൈകമുഭയത്ര വാ ദ്വൗ ദേവേ പിതൃകാര്യേ ത്രീൻ എന്ന് നിർത്തുക. പിന്നെ ഏകൈകമുഭയത്ര വാ ഭോജയേസു സമൃദ്ധോപി ശ്രാദ്ധേ കുര്യാത് ന വിസ്തരം ദേശകാലോചിത ശ്രദ്ധാ ദ്രവ്യപാത്രാർഹണാനി ച. അതൊന്നിച്ചാണേ. ദേശകാലോചിത ശ്രദ്ധാ ദ്രവ്യ പാത്രാർഹണാനി ച. ദേശകാലോചിതശ്രദ്ധാ ദ്രവ്യപാത്രാർഹണാനി ച സമ്യക് ഭവന്തി നൈതാനി വിസ്തരാത് സ്വജനാർപ്പണാത്. ദ്വൗ ദേവേ പിതൃകാര്യേ ത്രീൻ ഏകൈകമുഭയത്ര വാ ഭോജയേസു സമൃദ്ധോപി ശ്രാദ്ധേ കുര്യാത് ന വിസ്തരം ദേശകാലോചിതശ്രദ്ധാ ദ്രവ്യപാത്രാർഹണാനി ച സമ്യക് ഭവന്തി നൈതാനി വിസ്തരാത് സ്വജനാർപ്പണാത്. ദേശേ കാലേ ച സംപ്രാപ്തേ മുനി അന്നം ഹരിദൈവതം. മുനി അന്നം എന്ന് വായിക്കാനൊന്നും പാടപ്പെടണ്ട. മുനി അന്നം എന്ന് വായിച്ചാൽ മതി. മുനി അന്നം ഹരിദൈവതം ശ്രദ്ധയാ വിധിവത് പാത്രേ ന്യസ്തം കാമധുക്ക് അക്ഷയം. കാമധുക്ക് അക്ഷയം. അപ്പോൾ ഒന്നിച്ച് വായിക്കുമ്പം കാമധുഗ് അക്ഷയം. ദേവർഷി പിതൃഭൂതേഭ്യ ആത്മനെ സ്വജനായ ച അന്നം സംവിഭജൻ പശ്യേത് സർവം തത് പുരുഷാത്മകം ന ദദ്യാത് ആമിഷം ശ്രാദ്ധേ. ദദ്യാത് ആമിഷം എന്ന് വെച്ചാൽ മാംസം. ന ദദ്യാത് ആമിഷം ശ്രാദ്ധേ ന ചാദ്യാത് ധർമ്മതത്വവിത് മുനി അന്നൈ സ്യാദ് പരാപ്രീതിർ. അവിടെ വരെ നിർത്തണം. യഥാ ന പശുഹിംസയ. മുനി അന്നൈ സ്യാദ് പരാപ്രീതിർ യഥാ ന പശുഹിംസയ. നൈതാദൃശ പരോ ധർമ്മോ നൃണാം സദ്ധർമ്മമിച്ഛതാം ന്യാസോ ദണ്ഡസ്യ ഭൂതേഷു മനോ വാക് കായജസ്യ യഹ ഏകേ കർമ്മമയാനി ജ്ഞാനിനോ യജ്ഞവിത്തമാഹ ആത്മസംയമനേ നീഹാ ജുഹ്വതി ജ്ഞാനദീപിതേ
ദ്രവ്യയജ്ഞൈറി യക്ഷ്യമാണം ദൃഷ്ട്വാ ഭൂതാനി ബിഭ്യതി യേഷ മാ കരുണോ ഹന്യാത് അതജ്ഞോ ഹന്യാത് എന്ന് വായിക്കുക. ഹന്യാത് എന്നിട്ട് അതജ്ഞോ ഹ്യസുതൃബ് ധ്രുവം ഹ്യസൃതൃബ് ധ്രുവം ഹി അസുതൃബ് ധ്രുവം ഹി അസുതൃബ് ധ്രുവം. കിട്ടിയില്ലേ വാക്കുകൾ? തസ്മാദൈവോപപന്നേന മുനി അന്നേനാപി ധർമ്മവിത് സന്തുഷ്ടോ ഹരഃ കുര്യാത് എന്നാക്കണം. എന്നിട്ട് നിത്യ നൈമിത്തികി ക്രിയാഹ വിദ്ധർമ്മ പരധർമ്മശ്ച ആഭാസ ഉപമാച്ഛലഃ അധർമ്മശാഖ പഞ്ചേമ ധർമ്മജ്ഞോ ധർമ്മവത് ത്യജേത് ധർമ്മബാധോ വിധർമ്മ സ്യാത് പരധർമ്മോന്യചോദിതഃ ഉപധർമ്മസ്തു പാഖണ്ഡോ ദംഭോ വാ ശബ്ദഭിത് ശലഃ. ധർമ്മബാധോ വിധർമ്മ സ്യാത് പരധർമ്മോന്യചോദിതഃ ഉപധർമ്മസ്തു പാഖണ്ഡോ ദംഭോ വാ ശബ്ദഭിത് ശലഃ. യസ്വിച്ഛയാ കൃത പുംഭിർ എന്ന് വായിക്കുക. പിന്നെ ആഭാസോ ഹി ആശ്രമാത് പൃഥക്. ഹി ആശ്രമാതാണ് ഹി ആശ്രമാതായത്. അത് നിങ്ങളുടെ സൗകര്യം പോലെ വായിക്കാം. യസ്വിച്ഛയാ കൃത പുംഭിർ ആഭാസോ ഹി ആശ്രമാത് പൃഥക് സ്വഭാവ വിഹിതോ ധർമ്മ. സ്വഭാവ കഴിഞ്ഞ് കോമ ഇട്ടു. അപ്പം സ്വഭാവ വിഹിതോ ധർമ്മ കസ്യ നേഷ്ടപ്രശാന്തയേ ധർമാർത്ഥം അപി നേഹേത യാത്രാർത്ഥം അധനൻ ധനം ഇല്ലാത്തവൻ. യാത്രാർത്ഥം വാധനോ ധനം അനീഹാൻ ഈഹമാനസ്യ മഹാഹേരിവ മഹാ അഹി എന്നാണ്. മഹാ അഹേരിവ വൃത്തിത എന്നാണ്. അതൊന്നിച്ച് വായിക്കുമ്പോൾ മഹാ അഹേരിവ വൃത്തിത. സന്തുഷ്ടസ്യ നിരീഹസ്യ സ്വാത്മാരാമസ്യ സുഖം കുതസ്തത് കാമലോഭേന താവതോർത്ഥേഹയാ ദിശഃ സദാ സന്തുഷ്ടമനസാ സർവാ സുഖമയാ ദിശഃ ശർക്കരാ കണ്ടകാദിഭ്യോ യഥോപാനത് പദശിവം. സന്തുഷ്ടകേന വാ രാജന്ന വർത്തേതാപി വാരിണ ഔപസ്ഥ്യ ജൈഹ്യകാർപ്പണ്യാത് ഗൃഹപാലായതേ ജനഃ അസന്തുഷ്ടസ്യ വിപ്രസ്യ തേജോ വിദ്യ തപോയശഃ സ്രവന്തി ഇന്ദ്രിയലൗല്യേന ഒന്നിച്ച് വായിക്കാം. സ്രവന്തീന്ദ്രിയ ലൗല്യേന ജ്ഞാനം ചൈവാവകീര്യതേ കാമസ്യാന്തം ചക്ഷുത്രിഭ്യാം ക്രോധസ്യൈതദ്ഫലോദയാത് ജനോ യാതി നാലോഭസ്യ ജിത്വാ ഭുക്ത്വാ ദിശോ ഭുവഃ പണ്ഡിതാ ബഹവോ രാജൻ ബഹുജ്ഞാ സംശയച്ഛിതഃ സദസസ്പതയോപ്യേകേ അസന്തോഷാത് പതന്ത്യഥഃ അസങ്കൽപ്പാത് ജയേത് കാമം ക്രോധം കാമവിവർജനാത് അർത്ഥാനർത്ഥേച്ഛയാ ലോഭം ഭയം തത്വാവമർശനാത് അസങ്കൽപ്പാത് ജയേത് കാമം ക്രോധം കാമവിവർജനാത് അർത്ഥാനർത്ഥേച്ഛയാ ലോഭം ഭയം തത്വാവമർശനാത് ആന്യേക്ഷിക്യ ശോകമോഹൗ ദംഭം മഹദുപാസയാ യോഗാന്തരായാൻ മൗനേന ഹിംസാം കായാദി അനീഹയാ കൃപയാ ഭൂതജം ദുഃഖം ദൈവം ജഹ്യാത് സമാധിന
ആത്മജം യോഗവീര്യേണ നിദ്രാ സത്വനിഷേവയാ രജസ്തമശ്ച സത്വേന സത്വം ച ഉപശമേന ച ഏതത് സർവം ഗുരൗ ഭക്ത്യാ പുരുഷോ ഹി അഞ്ജസാ ജയേത്. അങ്ങനെ വായിച്ചാൽ മതി. അതെ, പുരുഷോ ഹി അഞ്ജസാ ജയേത് യസ്യ സാക്ഷാത് ഭഗവതി ജ്ഞാനദീപപ്രദേ ഗുരൗ മർത്യാസദ്ധി മർത്യാസദ്ധി ശ്രുതം തസ്യ സർവം കുഞ്ചരശൗചവത്. ഏഷ വൈ ഭഗവാൻ സാക്ഷാത് പ്രധാനപുരുഷേശ്വരഃ യോഗേശ്വരൈർ വിമൃഗ്യാഘ്രിർ യോഗേശ്വരൈർ വിമൃഗ്യാഘ്രിർ. അതിച്ചിരി പാടുള്ള വാക്കാണ്, ശരിയാ. യോഗേശ്വരൈർ വിമൃഗ്യാഘ്രിർ ലോകോയം മന്യതേ നരം. മൂന്നാമത്തെ പാദം തുടങ്ങുന്നത് യോഗേശ്വരൈർ വിമൃഗ്യാഘ്രിർ. അത് മാത്രമേ ഉള്ളൂ പ്രയാസമുള്ളത്. വിമൃഗ്യാഘ്രി യോഗേശ്വരൈർ നിർത്തുക, വിമൃഗ്യാഘ്രിർ എന്ന് വായിച്ചാൽ മതി. അപ്പം യോഗേശ്വരൈർ എന്ന് കഴിഞ്ഞിട്ട് വിമൃഗ്യാഘ്രിർ കിട്ടിയല്ലോ. വിമൃഗ്യ അഘ്രിർ ഷഡ്വർഗ സംയമ ഏകാന്ത സർവാ നിയമചോദനാഹ തദന്തായതി നോ യോഗാൻ എന്നാക്കുക. പിന്നെ ആവഹേയു ശ്രമാവഹാഹ പിരിച്ചെഴുതുന്നു. നല്ലോണം എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല വായിക്കാൻ. വാർത്താദയോ ഹി അർത്ഥ യോഗസ്യ അർത്ഥം ന ബിഭ്രതി അനർത്ഥായ ഭവേയുസ്തേ പൂർത്തമിഷ്ടം തഥാ സതഃ യശ്ചിത്തവിജയേ യത്തഃ സ്യാൻ നിസ്സംഗോ പരിഗ്രഹ ഏകോ വിവിക്ത ശരണോ ഭിക്ഷുർഭിക്ഷാമിദാസന ഏകോ വിവിക്ത ശരണോ ഭിക്ഷുർഭിക്ഷാമിദാസന. വായിക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ദേശേ ശുചൗ സമേ രാജൻ സംസ്ഥാപ്യാസനമാത്മനഃ സംസ്ഥാപി ആസനമാത്മനഃ. ഇരിപ്പിടം. സ്ഥിരം സമം സുഖം തസ്മിൻ ആസീതർജൗംഗ ഓം ഇതി ഋജ്വംഗ എന്നാണ്. സ്ഥിരം സമം സുഖം തസ്മിൻ ആസീത് ഋജ്വംഗ. വാക്ക് കിട്ടിയോ? തസ്മിന്നാസീത് ഋജ്വംഗ. തസ്മിന്നാസീത് ഋജ്വംഗ. ഋജുവാണ്. എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾ വിട്ടിട്ട് ഋജ്വംഗ എന്നാക്കുക. ഋഷി എന്നുള്ള ഋജ്വംഗ. ഓം ഇതി പ്രാണാപാനോ സന്നിരുദ്ധ്യാത് ഊരകുംഭക രേചകൈഃ യാവൻ മനസ്ത്യജേത് കാമാൻ സ്വനാസാഗ്രനിരീക്ഷണഃ. ധ്യാനം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. നമ്മൾ പകുതി കണ്ണടച്ച് മൂക്കിൻ്റെ അറ്റത്തോട്ട് നോക്കിയിരിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും നമുക്ക് വിഷയമല്ലാത്ത കാര്യമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അർത്ഥം പഠിച്ചിട്ട് കാര്യമില്ല. സ്വനാസാഗ്രനിരീക്ഷണഃ യതോ നിസ്സരതി മനഃകാമഹതം ഭ്രമത് തതസ്തത ഉപാഹൃത്യ ഹൃദി രുന്ധ്യാത് ശനൈർബുധഃ ഏവം അഭ്യസതശ്ചിത്തം കാലേന അൽപീയസായതേ അനിശം തസ്യ നിർവാണം യാതി അനിന്ധന ഇന്ധനമില്ലാത്ത അഗ്നിയെപ്പോലെ.
വിറകില്ലാത്ത എനിക്ക് എങ്ങനെയാണ് ഗുണമില്ല, അത് കെട്ടുപോകും. അത് ആ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. യാതി ഇന്ധന അനിന്ധന വന്യപത് കാമാദിഭിരനാവിദ്ധം പ്രശാന്താഖില വൃത്തിയത് ചിത്തം ബ്രഹ്മസുഖസ്പൃഷ്ടം നൈവോത്തിഷ്ഠേത കരിഹിചിത്. യപ്രവ്രജ്യ ഗൃഹാത് പൂർവം, വിട്ടുകളയുക ഗൃഹത്തെ. ഓരോ ധർമ്മങ്ങളിൽ പറഞ്ഞത് വാനപ്രസ്ഥത്തിനെക്കുറിച്ച് പറയുമ്പോഴും സന്യാസത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രവ്രജ്യ ഗൃഹാത്, വ്രജ അത് വിട്ടുകളയുക വീടിനെ. ഗൃഹാത് പൂർവം പ്രവ്രജ്യ ഗൃഹാത് പൂർവം ത്രിവർഗാവപനാത് പുനഃ യതി സേവേത താൻ ഭിക്ഷു സ വൈ വാന്താശ്യപത്രപഃ. വാന്താശി അപത്രപഃ. ആ വാക്കങ്ങനെയാണ്. അപത്രപഃ, ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ, അപത്രപഃ എന്ന് പറഞ്ഞാൽ നാണമില്ലാതെ എന്നുള്ള അർത്ഥത്തിൽ. സ വൈ വാന്താശി അപത്രപഃ, വാന്താശി അപത്രപഃ എന്നാക്കണം കേട്ടോ. വാന്താശി അപത്രപഃ. യൈ സ്വദേഹ സ്മൃതോനാത്മാ മർത്യോവിഡ് കൃമിഭസ്മസാത് ത ഏനമാത്മസാത് കൃത്വാ ശ്ലാഘയന്തി ഹി അസത്തമാം. ഇത് എളുപ്പം വായിക്കാവുന്ന. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ വ്രതത്യാഗോ പടോരപി തപസ്വിനോ ഗ്രാമസേവ ഭിക്ഷോരിന്ദ്രിയലോലത ആശ്രമാവസദാ ഹി ഏതേ ഖല്ലു ആശ്രമ വിഡംബക ദേവമായ വിമൂഢാൻ താൻ. അങ്ങനെ വായിക്കണേ. ദേവമായ വിമൂഢാൻ താൻ അവിടം വരെ. ഉപേക്ഷേതാനുകമ്പയ, അതാണ് അവസാനത്തെ പാദം. ഉപേക്ഷേതാനുകമ്പയ, എട്ടക്ഷരം വരും. ഉപേക്ഷേതാനുകമ്പയ. അപ്പോൾ അവിടെ വായിക്കേണ്ടത് എവിടെയാണ്? ദേവമായ വിമൂഢാൻ താൻ വരെ വായിക്കണം. എന്നിട്ട് ഉപേക്ഷേതാനുകമ്പയ. ആത്മാനം ചേത് വിജാനീയാത് പരം ജ്ഞാനധുതാശേഹ കിം ഇച്ഛൻ എന്താഗ്രഹിക്കുന്നു. കസ്യവാ ഹേതോർ അവിടം വരെ. പിന്നെ ദേഹം പുഷ്ണാതി ലംബട, ഹേതോർ വരെ നിർത്തണം. ദേഹം പുഷ്ണാതി ലംബട. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷൂൻ മന ഇന്ദ്രിയേശം പദ്മാനി മാത്രാധിഷണം ച സൂതം സത്വം ബൃഹത് ബന്ധുരമീശ സൃഷ്ടം. അത് വായിക്കാൻ പ്രയാസമില്ല കേട്ടോ. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷൂൻ, അഷൂ നീട്ടുണ്ട്. അഭീഷൂൻ മന ഇന്ദ്രിയേശം വർമാനി മാത്രാധിഷണാം ച സൂതം സത്വം ബൃഹത് ബന്ധുരം ഈശ സൃഷ്ടം. അക്ഷം ദശ പ്രാണമധർമ്മധർമ്മൗ ചക്രേഭിമാനം രഥിനം ച ജീവം ധനുർഹി തസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. രാഗോ ദ്വേഷശ്ച ലോഭശ്ച ശോകമോഹൗ ഭയം മദഃ മനോവമാനോസൂയാ ച മായാഹിംസാ ച മത്സരഃ. മാനോപമാനോസൂയാ ച മായാഹിംസാ ച മത്സരഃ. രജപ്രമാദക്ഷുന്നിദ്ര ശസ്ത്രവസ്ത്വേവമാദയഃ. രജസ്തമ പ്രകൃതയ സത്വപ്രകൃതയ ക്വചിത്. അത് വായിക്കാൻ പ്രയാസമില്ല. ശസ്ത്രവ അതാ മുകളിലത്തേത് ആദ്യത്തെ ലൈനിൻ്റെ അവസാനത്തെ പാദം, രണ്ടാമത്തെ പാദം. ശസ്ത്രവസ്ത്വേവമാദയ. യാവൻ മൃഗായ രഥമാത്മവശോപകൽപ്പം തത്തേ ഗരിഷ്ടചരണാർച്ചനയാ നിശാന്തം ജ്ഞാനാസിമച്യുതബലോ ദധതസ്ത ശത്രോ സ്വാരാജ്യതുഷ്ട ഉപശാന്ത ഇദം വിജഹ്യാത്. യാവൻ മൃഗായ രഥമാത്മവശോപകൽപ്പം തത്തേ ഗരിഷ്ടചരണാർച്ചനയാ നിശാന്തം ജ്ഞാനാസിമച്യുതബലോ ദധതസ്തശത്രോ സ്വരാജ്യതുഷ്ട ഉപശാന്ത ഇദം വിജഹ്യാത്. നോ ചേത് പ്രമത്തമസദിന്ദ്രിയഭാജിസൂതാം. നോ ചേത് പ്രമത്തം അസദ് ഇന്ദ്രിയവാജിസൂത നീത്വോത്പഥം വിഷയദസ്യുഷു നിക്ഷിപന്തി തേ ദസ്യവ സഹയസൂതമമും തമോന്ധേ
സംസാരകോപൗരു മൃത്യുഭയേ ക്ഷിപന്തി. നോ ചേത് പ്രമത്തമസദിന്ദ്രിയവാജിസൂത നീത്വോത്പഥം വിഷയദസ്യുഷു നിക്ഷിപന്തി. തേദസ്യവ സഹയസൂതം അമും തമോന്ധേ സംസാരകോപൗരു മൃത്യുഭയേ ക്ഷിപന്തി. പ്രവൃത്തം ച നിവൃത്തം ച ദ്വിവിധം കർമ്മ വൈദികം ആവർത്തേത പ്രവൃത്തേന നിവൃത്തേനാശ്നുതേ മൃതം. ഹിംസ്രം ദ്രവ്യമയം കാമ്യം മൂന്നും അമ്മിൽ നിർത്തുക. എന്നിട്ട് അഗ്നിഹോത്രാദ്യശാന്തിതം, അതും അം എന്നാണ്. അഗ്നിഹോത്രാദി അശാന്തിതം. ദശശ്ച പൂർണ്ണമാസശ്ച ചാതുർമാസ്യം പശുസുതഃ. ഏതദിഷ്ടം പ്രവൃത്താഖ്യം ഹുതം പ്രഹുതമേവ ച. അത് പ്രഹുതമേ ഉള്ളൂ, പ്രഹൂത ഇല്ല, പ്രഹുതമേവ ച. പൂർത്തം സുരാലയാരാമ. അതിന് കൂപാജീവ്യാദി ലക്ഷണം. കൂന്നുള്ളതിന് നീട്ടുണ്ട്. കൂപാജീവ്യാദി ലക്ഷണം. ഏതദിഷ്ടം പ്രവൃത്താഖ്യം ഹുതം പ്രഹുതമേവ ച. പൂർത്തം സുരാലയാരാമ കൂപാജീവ്യാദി ലക്ഷണം. ദ്രവ്യസൂക്ഷ്മ വിപാകശ്ച ധൂമോ രാത്രിരപക്ഷയ അയനം ദക്ഷിണം സോമോ ദർശ ഔഷധി വിരുധ. അന്നം രേത ഇതി ക്ഷ്മേശ പിതൃയാനം പുനർഭവഃ. ഏകൈകശ്യേന ഓരോന്നായിട്ട് ഏകൈകശ്യേനാനുപൂർവം ഭൂത്വാ ഭൂത്വേഹ ജായതേ. ആ ഭൂ നീട്ടുണ്ട്. ഭൂത്വാ ഭൂത്വേഹ ജായതേ. നിഷേകാദിശ്മശാനാന്തൈ. നിഷേകാദി കഴിഞ്ഞിട്ട് ചെറിയ കോമായിട്ടോ. ശ്മശാനാന്തൈ ആ വാക്കെങ്ങനെയാണ്? നിഷേകാദി ശ്മശാനാന്തൈ സംസ്കാരൈ സംസ്കൃതോ ദ്വിജഃ. ഇന്ദ്രിയേഷു ജ്ഞാനദീപേഷു ജുഹ്വതി. ഇന്ദ്രിയാണി മനസ്യൂർമൗ വാചി വൈകാരികം മനഃ. വാചം വർണ്ണസമാംനായേ തം ഓങ്കാരേ സ്വരേ ന്യസേത്. ഓങ്കാരം ബിന്ദൗ നാദേ തം, അവിടെ നിർത്തുക. പിന്നെ തം തു പ്രാണേ മഹത്യമും, ആദ്യത്തെ തമ്മിൻ്റെ അവിടെ നിർത്തണം. അപ്പോൾ 8 അക്ഷരമാകും. ഓങ്കാരം ബിന്ദൗ നാദേ തം തു പ്രാണേ മഹത്യമും. അഗ്നി സൂര്യോ ദിവ പ്രാണ ശുക്ലോ രാഗോത്തരം സ്വരാട് വിശശ്ച തൈജസ പ്രാജ്ഞഃ, അവിടെ നിർത്തണം. പിന്നെ സ വിട്ടിട്ട് തുര്യ ആത്മാ സമന്വയാത്. ദേവയാനമിതം പ്രാഹുർ, അവിടെ നിർത്തുക. ഭൂത്വാനുപൂർവശഃ ആത്മയാജി ഉപശാന്താത്മാ ഒന്നിച്ച് ആത്മയാജി ഉപശാന്താത്മാ ഹി ആത്മസ്ഥോ ന നിവർത്തതേ. യേതേ പിതൃദേവാനാം, അവിടെ നിർത്തുക. പിന്നെ അയനേന്നേ ഉള്ളൂ. ഏതേ പിതൃദേവാനാം അയനേ വേദനിർമ്മിതേ ശാസ്ത്രേണ ചക്ഷുഷാ വേദ ജനസ്തോപി ന മുഹ്യതി. ആദാ വന്ദേ ജനാനാം സത് ബഹിരന്തഃ പരാപരം ജ്ഞാനം ജ്ഞേയം വചോ വാച്യം തമോ ജ്യോതിസ്ത്വയം സ്വയം. അബാധിതോപി ഹ്യാഭാസോ യഥാ വസ്തുതയാ സ്മൃതഃ ദുർഘടത്വാദൈന്ദ്രിയകം തദ്വദ് അർത്ഥവികൽപ്പിതം. ആ വാക്ക് അങ്ങനെയാണ്. തദ്വത് അർത്ഥവികൽപ്പിതം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ 8 അക്ഷരം അവിടെ പിടികൂടും. ദുർഘടത്വാദ ഐന്ദ്രിയകം എന്ന് വായിക്കണം. ദുർഘടത്വാദ ഐന്ദ്രിയകം തദ്വദ് അർത്ഥ വികൽപ്പിതം. ക്ഷിത്യാദീനാമിഹാർത്ഥാനാം ഛായാ ന കഥമാഭിः ന സംഘാതോ വികാരോപി ന പൃഥക്
നാന്വിതോ മൃഷ. ധാതവോവയവിത്വാച്ച തന്മാത്രാവയവൈർവിന. തന്മാത്ര അവയവൈർവിന. 3 വാക്കാ. തന്മാത്ര അവയവൈർവിന. ന സ്യുർ ഹി അസത്യവയവിന്യസ അവയവോന്തതഃ. അതൊന്നിച്ച് വായിക്കണം. ന സ്യുർ ഹി അസത്യവയവിന്യസന്നവയവോന്തതഃ. അതൊന്ന് വായിച്ച് പഠിക്കുക. സ്യുർ ഹ്യസതി അവയവിന്യസൻ അവയവോന്തതഃ. അവയവിനി. ന സ്യുർ ഹ്യസ്ത്യവയവനി അസന്നവയവോന്തതഃ. അങ്ങനെ വായിച്ചാലും മതി. ന സ്യുർ ഹ്യസത്യവയവനി എന്നാക്കുക. അവയവനി എന്നാക്കിയിട്ട് അസന്നവയവോന്തതഃ. അപ്പോൾ ശരിയായില്ലേ? ന സ്യുർ ഹ്യസത്യവയവനി അസന്നവയവോന്തതഃ. അസൻ അവയവോന്തതഃ. ആ വാക്ക് നന്നായിട്ട് പിരിച്ച് വായിക്കണേ. എങ്ങനെയാ? ന സ്യുർ ഹ്യസത്യവയവനി അസന്നവയവോന്തതഃ. സ്യാദ് സാദൃശ്യ ഭ്രമസ്താവത്. സ്യാദ് സാദൃശ്യ ഭ്രമസ്താവത് വികൽപേ സതി വസ്തുനഃ. ജാഗ്രത സ്വാപൗ യഥാ സ്വപ്നേ തഥാ വിധി നിഷേധത. എന്നതൊന്നും പ്രത്യേകമില്ല. സാദൃശ്യഭ്രമ സ്യാദ് സാദൃശ്യഭ്രമസ്താവത് എന്നാക്കിയിട്ട് വികൽപേ സതി വസ്തുനഃ എന്നാക്കണം. 8 അക്ഷരത്തിന് വികൽപേ തൊട്ടാണ് 8 അക്ഷരം വരുന്നത്. വി. അപ്പോൾ അവസാനിപ്പിക്കുന്നു ഭ്രമസ്താവത് എന്ന് വാക്കണം. ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം തഥാത്മനഃ വർത്തയൻ സ്വാനുഭൂത്യേഹ ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനി. കാര്യകാരണവസ്ത്വൈക്യദർശനം പടതന്തുവത്. കാര്യകാരണവസ്ത്വൈക്യദർശനം പടതന്തുവത് അവസ്തുത്വാത് വികൽപസ്യ. ഭാവാത് ദ്വൈതം. ഭാവാത് ദ്വൈതം. ഭാവാദ്വൈതം തദുച്യത്തെ. യത് ബ്രഹ്മണി പരേ സാക്ഷാത് സർവകർമ്മസമർപ്പണം മനോവാക്തനുഭിപ്പാർത്ഥ ക്രിയാദ്വൈതം തദുച്യത്തെ. യത് ബ്രഹ്മണി പരേ സാക്ഷാത് സർവകർമ്മസമർപ്പണം മനോവാക്തനുഭിപ്പാർത്ഥ ക്രിയാദ്വൈതം തദുച്യത്തെ. ആത്മജായ സുതാദീനാം അന്യേഷാം സർവദേഹിനാം യസ്വാർത്ഥകാമയോരൈക്യം ദ്രവ്യാദ്വൈതം തദുച്യത്തെ. ആത്മജായ സുതാദീനാം അന്യേഷാം സർവദേഹിനാം യസ്വാർത്ഥകാമ്യയോരൈക്യം ദ്രവ്യാദ്വൈതം തദുച്യത്തെ. യത് യസ്യ വാ നിഷിദ്ധം സ്യാത് യേന യത്ര യതോ നൃപ സ തേനേഹേത കർമാണി നരോ നാന്യൈരനാപതി. യഥാ ഏതൈരന്യൈശ്ച വേദോക്തൈർ. അവിടെ നിർത്തുക. വർത്തമാന സ്വകർമ്മഭിः ഗൃഹേപ്യസ്യ ഗതിം യായാത്. 2 യാ നീട്ടുണ്ട്. യായാത് രാജൻ തത് ഭക്തിഭാങ് നരഹ. രാജം എന്നുള്ളത് രാജൻ എന്നാക്കുക. അല്ലെ ഒന്നിച്ച് വായിക്കുക. രാജംസ്തത് ഭക്തിഭാഗ് നരഹ. അല്ലെങ്കിൽ രാജൻ തത് ഭക്തിഭാങ് നരഹ. യഥാഹി യൂയം നൃപതേവ ദുസ്ത്യജാത് ആപദ്ഗണാദുത്തരതാത്മന പ്രഭോ യത്പാദപങ്കേരുഹ സേവയാ ഭവാൻ അഹാരഷീത് നിർജിത ദിഗ്ഗജ ക്രതൂൻ. അഹാരഷീത് ഭവാൻ എന്നാക്കുക. പിന്നെ അഹാരഷീത് നിർജിത ദിഗ്ഗജ ക്രതൂൻ. അഹം പുരാഭവം കശ്ചിത് ഗന്ധർവ ഉപബർഹണഃ നാംനാതീതേ മഹാകൽപ്പേ ഗന്ധർവാണാം സുസമ്മതഃ. രൂപപേശലമാധുര്യ സൗഗന്ധ്യപ്രിയദർശനഃ സ്ത്രീണാം പ്രിയതമോ നിത്യം മത്തസ്തു മതസ്തു മത്തസ്തു മത്ത മത്ത എന്നാട്ടോ. മത താല്ല. മത്തസ്തു മത്തഹ എന്ന് പറഞ്ഞാൽ മതിച്ചവൻ. അവിടെ ആ സാഹ എന്നത്. മത്തഹ തു പുരുലമ്പട. മത്തഹ മതിച്ചവൻ ആയിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. മത്തഹ തു മത്തസ്തു. മത്തസ്തു പുരുലമ്പടഹ. നിത്യം മത്തസ്തു പുരുലമ്പട. അവിടെ ഇല്ല. സ്ത്രീണാം പ്രിയതമോ നിത്യം. അവിടെ നിർത്തുക. പിന്നെ മത്തസ്തു പുരുലമ്പടഹ. അത് 8 വാക്കുണ്ട്. 8 അക്ഷരമുണ്ട്. ഏകദാ ദേവസത്രേതു ഗന്ധർവ അപ്സരസാം ഗണാഃ ഉപഭൂത വിശ്വസൃഗ്ഭിർ ഹരിഗാഥോപഗായനേ. അഹം ച ഗായൻ തദ്വിദ്വാൻ സ്ത്രീഭിः പരിവൃതോ ഗതഃ
ജ്ഞാത്വാ വിശ്വസൃജസ്തന്മേ ഹേളനം ശേപുരോജസ യാഹി ത്വം ശൂദ്രതാമാശു നഷ്ടശ്രീകൃതഹേളനഃ താവദ്ദാസ്യാമഹം യജ്ഞേ തത്രാപി ബ്രഹ്മവാദിനാം ശുശ്രൂഷണാനുഷംഗേണ പ്രാപ്തോഹം ബ്രഹ്മപുത്രതാം ശുശ്രൂഷണാനുഷംഗേണ പ്രാപ്തോഹം ബ്രഹ്മപുത്രതാം ധർമ്മസ്തേ ഗൃഹമേധീയോ വർണ്ണിത പാപനാശനഃ ഗൃഹസ്ഥോ യേന പദവീം നിർത്തുക അഞ്ജസ ന്യാസിനാമിയാത് അഞ്ജസ ന്യാസിനാമിയാത് അത് വേറൊരു ഏറ്റവും അവസാനത്തെ പാദമായിട്ട് വായിക്കണം. അഞ്ജസ പദവിയും നാക്കുക, പിന്നെ അഞ്ജസ ന്യാസിനാമിയാത് യൂയം നൃലോകേ ബദഭൂരിഭാഗ ലോകം പുനാനാമുനയോഭിയന്തി യേഷാം ഗൃഹാനാവസതീതി സാക്ഷാത് ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം സവാ അയം ബ്രഹ്മ മഹദ്വിമൃഗ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃദ്വ ഖലു മാതുലേയ ആത്മാർഹണീയോ വിധികൃത് ഗുരുശ്ച നയസ്യ സാക്ഷാത് ഭവ പത്മജാതിഭി രൂപം ധിയാ വസ്തുതയോപവർണിതം മൗനേന ഭക്ത്യോപശമേന പൂജിതഃ പ്രസീദതാമേഷ സ സാത്വതാം പതിഃ. ശ്രീശുക ഉവാച ഇതി ദേവർഷിണാ പ്രോക്തം നിശമ്യ ഭരതർഷഭഃ പൂജയാമാസ സുപ്രീതഃ കൃഷ്ണം ച പ്രേമവിഹ്വലഃ. കൃഷ്ണ പാർത്ഥാവുപാമന്ത്ര്യ പൂജിതപ്രയയോ മുനിഃ ശ്രുത്വാ കൃഷ്ണം പരം ബ്രഹ്മ പാർത്ഥ പരമവിസ്മിതഃ. ഇതി ദാക്ഷായണീനാം തേ പൃഥക് വംശാ പ്രകീർത്തിതാഃ ദേവാസുരമനുഷ്യാദ്യാ ലോകായത്ര ചരാചരാം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ മിശ്രവാസനാനിരൂപണപ്രകരണേ അന്ധകരണ ദോഷ നിവർത്തക ധർമ്മനിരൂപണം നാമ പഞ്ചദശോധ്യായഃ സമാപ്തോയം സപ്തമസ്കന്ധഃ. ഹരി ഓം.